ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ മനിയാസ് ജേണി. ഇന്ന് നമുക്ക് ഐഐടിയിലൊരു സെഷൻ ഉണ്ട്. അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ നടന്നു പോവാണ്. അപ്പോൾ നമ്മൾ ഐഐടിയിലേക്ക് പോവാണ്. ഗായ്സ് അങ്ങനെ പോവാണ് എന്ന് പറഞ്ഞ് നമ്മൾ പോയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന് നമ്മൾ കുറച്ചും കൂടി സ്പീഡൊക്കെ കൂട്ടി. അപ്പോൾ നമുക്ക് വിശക്കാനും തുടങ്ങി. വിശന്നപ്പോൾ നമ്മൾ 10 രൂപ എടുത്തൊരു വേവണൊക്കെ മേടിച്ച് നമ്മൾ വേവണൊക്കെ കഴിച്ച് സെറ്റായിരിക്കുമായിരുന്നു. അങ്ങനെ സെറ്റായിരിക്കുമ്പോൾ നമ്മൾ ബസ്സിൽ കയറി അതാ വ്ളോഗർ ഫസ്റ്റ് തന്നെ വ്ളോഗൊക്കെ തുടങ്ങിയിരുന്നു. പിന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തി. റെയിൽവേ സ്റ്റേഷനല്ല, റെയിൽവേ പാളം. നമ്മളിങ്ങനെ കിടക്കൂലേ, നമ്മൾ കിടക്കേണ്ട സ്ഥലമെത്തിയപ്പോൾ നമുക്ക് ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല. പൊതുവേ നമ്മൾ ബ്ലോക്കിൽ പെടാറുണ്ട് എപ്പോഴെങ്കിലും, പക്ഷേ ഇപ്രാവശ്യം നമ്മൾ പെട്ടില്ല. അങ്ങനെ നമ്മൾ ഐഐടിൻ്റെ ഉള്ളിൽ കയറി. ഐഐടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ നമ്മൾ പോയി APJ അബ്ദുൽ കലാം ബ്ലോക്കിലെത്തി. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് APJ അബ്ദുൽ കലാം ബ്ലോക്കിൽ നിന്ന് എഴുതി വെച്ച റീഡിങ്സ് എടുക്കാൻ പറ്റിയില്ല. ഗായ്സ്, അപ്പോൾ നമ്മൾ ഐഐടിയിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ സെഷൻ അറ്റൻഡ് ചെയ്യും. ഓക്കെ, ബൈ. അങ്ങനെ സെഷൻ അറ്റൻഡ് ചെയ്ത് നമുക്ക് ബ്രേക്ക് ടൈം ആയപ്പോൾ തന്നെ നമ്മൾ പുറത്ത് ചാടി എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കണ്ടേ. ഇതാണ് ചാന്ദിക. വെളിയിൽ നമ്മൾ ഇറങ്ങി. അടിപൊളിയാണ് ഇവിടുത്തെ ചുറ്റുപാടൊക്കെ. പിന്നെ ചുറ്റുപാടായതുകൊണ്ട് തന്നെ ഒന്ന് ചുറ്റി കണ്ടോട്ടെ എന്ന് കരുതിയാണ് ഞാൻ ക്യാമറ തിരിച്ചല്ല. അതെനിക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ടൊന്നല്ല. പക്ഷെ നല്ല വെയിലാണ് കേട്ടോ. ഇവിടെ കുറേ ബിൽഡിങ്സ് ഇങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. വരുന്ന വഴിയൊക്കെ കുറേ ബിൽഡിങ്സ് ഇങ്ങനെ പണി നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഒരു 10 കൊല്ലം കഴിഞ്ഞ് ഇവിടെ വന്നാൽ ഞാൻ കണ്ട സ്ഥലം തന്നെ അല്ലാന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ തല അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടി സംസാരിച്ചുകൊണ്ട് തന്നെ ഞാനൊരു സാധനം കണ്ടു. ആ സാധനത്തിൻ്റെ അറ്റം കാണാൻ ഈ ഫോണിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചു നോക്കി. അങ്ങനെ ഞാൻ അതിൻ്റെ അറ്റമൊക്കെ കണ്ടു, പക്ഷെ എന്താണെന്ന് തന്നെ എനിക്ക് മനസ്സിലായില്ല. ഇനിയിപ്പോൾ എന്തെടുക്കുന്ന ആലോചിച്ച് നിൽക്കണം. പ്രകൃതി സ്നേഹിയായി ഞാനൊരു മല കണ്ടു. അങ്ങനെ ആദ്യമായിട്ട് മല കാണുന്ന പോലെ ഞാൻ ഫോണൊക്കെ തിരിച്ച് വീഡിയോ എടുക്കാൻ തുടങ്ങി. പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയി സൂര്യൻ്റെ കിസ്സും കിട്ടപ്പോൾ ഞാൻ അങ്ങ് ഹാപ്പി. എല്ലാവരും പ്രകൃതിയൊക്കെ കണ്ടോട്ടെ എന്ന് പറഞ്ഞ് വീഡിയോ എടുത്താൽ, പക്ഷേ എൻ്റെ കൈ എന്തൊരാട്ടാണെന്ന് എനിക്ക് വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത്. എന്തായാലും ഇതാണ് ദക്ഷ. പക്ഷേ എൻ്റെ വീഡിയോക്കുള്ളൊരു പ്രത്യേകത ഇതാണ്, എങ്ങനെ ഞാൻ ഫോൺ കറക്റ്റായി പിടിച്ചാലും ഇങ്ങനെ ഷെയ്ക്കായിട്ടേ വീഡിയോ വരത്തുള്ളൂ. ഇപ്പം എൻ്റെ കൈൻ്റെ പ്രശ്നമാണോ ഇല്ല, ഇത് പൊതുവെ എല്ലാവർക്കും സംഭവിക്കാറുണ്ടോ എന്തോ. നമ്മളൊരു സ്പോട്ട് കണ്ടെത്തി. നമ്മൾ ഫോട്ടോ എടുക്കാമാണ്. ഓക്കെ ഗായ്സ്, അപ്പോൾ നല്ലൊരു സ്പോട്ട് കിട്ടിയപ്പോൾ എല്ലാവരും ഫോട്ടോഷൂട്ടിലാണ്. അവിടെയും കുറേ പിള്ളേർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അവിടെയാണ് നമ്മൾ പോയി റീൽസൊക്കെ എടുക്കാമെന്ന് പ്ലാൻ ആക്കിയത്. അങ്ങനെ നമ്മൾ സ്ഥലമൊക്കെ നോക്കുകയാണ്, എവിടെ റീലെടുക്കാം. അങ്ങനെ നമുക്ക് ആ പച്ചപ്പുള്ള സ്ഥലം വിട്ട് നമ്മൾ ഇനി എവിടെയും പോകുന്നില്ല. ഇവിടെ ഇൻ്റലിജൻ്റ് ആയ ചാന്ദിക അവിടെ ഒരു മാത്സ് പ്രോബ്ലം സോൾവ് ചെയ്തിട്ടിരിക്കുകയാണ്. ആൾ നല്ല ഇൻ്റലിജൻ്റ് ആണ്. ഗായ്സ്, നമ്മളപ്പോൾ ഐഐടിയിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. വണ്ടിക്കൊക്കെ വഴിമാറി കൊടുത്ത് നമ്മൾ വീടെത്തി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.